പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സർക്കാരിന്റെ വികസന പരിപാടികളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കിയത് ശരിയായ നടപടിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊച്ചി മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അന്ന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്നെ ക്ഷണിച്ചിരുന്നതായും അതിൽ പങ്കെടുത്തതായും ചെന്നിത്തല പറഞ്ഞു. വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് അടക്കമുള്ള പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കൊച്ചി വാട്ടർ മെട്രോ സർവീസിന് തുടക്കം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 2 റൂട്ടുകളിലാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തുക. വിവരങ്ങളുമായി അനഘ നെരുക്കിനി ചേരുകയാണ്. അനഘ, ഒരു ചിരകാല സ്വപ്നമാണ് കൊച്ചിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ യാത്രാവിശേഷങ്ങൾ? അനഘ, കേൾക്കാമെങ്കിൽ കൊച്ചി മെട്രോ എന്ന സ്വപ്നം ഇതോടുകൂടി സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യ യാത്ര എന്ത് അനുഭവമാണ് യാത്രക്കാരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? തീർച്ചയായും ദേവിക, കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കുവാൻ ഈ കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയെ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനത്തിന്റെ ആദ്യഘട്ട സർവീസ് സജ്ജമായിട്ട് 1 വർഷമായെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നീണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ ഒന്നാകെ സംബന്ധിച്ചിടത്തോളം ഈ വാട്ടർ മെട്രോ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് പൂർത്തിയായതിന്റെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞതോടെ ഇത് ഏറെ നാളത്തെ ഒരു സ്വപ്നം കൂടി പോവാനിരിക്കുകയാണ്. നിരവധി പ്രത്യേകതകളുണ്ട്. അതായത് വളരെ വേഗത്തിൽ മിതമായ നിരക്കിൽ സാധിക്കുന്ന വളരെ മിതമായ നിരക്കിൽ വളരെ സൗകര്യപൂർവ്വം ആളുകൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു വാട്ടർ മെട്രോ പദ്ധതിയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഗതാഗത സംവിധാനങ്ങളിലെ പുത്തൻ രീതികൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തേണ്ട ആ ഒരു സമയം പോലും അതിക്രമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വാട്ടർ മെട്രോയുടെ വരവ്. പ്രധാനമായിട്ടും യാത്ര ആരംഭിച്ചത്, അതായത് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം കൊച്ചിയിൽ 3 ബോട്ടുകളായി സജ്ജീകരിച്ച് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച യാത്ര വൈപ്പിനിലേക്കായിരുന്നു. 3 ബോട്ടുകളിലായി സജ്ജീകരിച്ച യാത്ര. ഒരു ബോട്ടിൽ മെട്രോ ഉദ്യോഗസ്ഥരും വാട്ടർ മെട്രോ ഉദ്യോഗസ്ഥരും, അതുപോലെ തന്നെ ഒരു ബോട്ടിൽ VIP-കളും മന്ത്രിമാരുൾപ്പെടെയുള്ള VIP-കളും, മറ്റൊരു ബോട്ടിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ള രീതിയിലായിരുന്നു ഈ യാത്ര സജ്ജീകരിച്ചിരുന്നത്. ഈ ഒരു യാത്രയിൽ കയറിയ ആളുകൾ എല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ മെട്രോ ആദ്യമായി അത്തരമൊരു അനുഭവം ഉണ്ടായ ആളുകൾ എല്ലാവരും പറഞ്ഞത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മറ്റ് യാത്രകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തങ്ങൾക്ക് ഈ യാത്ര അനുഭവപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ജലഗതാഗത രംഗത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു നേട്ടത്തിന് തന്നെയാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം ഇന്ന് പൂർത്തിയായതിലൂടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ദേവിക. ശരി, അനഘയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.